കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഫാർമസിയിൽ നിന്ന് മരുന്ന് മാറി നൽകിയെന്ന് പരാതി. ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ നിർദ്ദേശിച്ച മരുന്ന് ഫാർമസിയിൽ നിന്ന് മാറി നൽകി. പ്രസവശേഷം അയൺ ഗുളികയ്ക്ക് പകരം പ്രമേഹത്തിനുള്ള ഗുളികയാണ് നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് ഗുളിക മാറി നൽകിയ വിവരം അറിയുന്നത്. 22-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജായി പോയത്. ഡിസ്ചാർജിൽ കുറച്ച് മരുന്നുകൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇവിടെ ഒ.പിയുടെ ഫാർമസിയിൽ നിന്ന് മേടിച്ചു. അവത്തിൽ അയൺ ഗുളിക 2 നേരം കഴിക്കാനുണ്ടായിരുന്നു. നിലവിൽ നമ്മൾ മേടിച്ച് നമ്മൾ പോവുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിടക്ക് ഇതേപോലെ ക്ഷീണങ്ങൾ വരികയും ചെയ്ത് തുറവൂര് ആശുപത്രിയിൽ പോയി. അത് കഴിഞ്ഞ് കൊച്ചിന് ഇവിടെ കൊണ്ട് കാണിച്ചു. വേറെ ഡോക്ടറെ കാണിച്ചു. അങ്ങനെ 2-3 ഡോക്ടറെ കാണിച്ചു. അപ്പോൾ കൊച്ചു കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് രാത്രി. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ 16-ാം തീയതി കൂടുതൽ ക്ഷീണമായിട്ട് കണ്ണിനൊരു മൂടലൊക്കെ ആയിട്ട് തുറവൂർ ആശുപത്രിയിൽ നിന്ന് കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഈ ചീട്ടും പിന്നെ മരുന്നുകളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴാണ് മരുന്ന് മാറിയെന്ന് നമ്മൾ അറിയുന്നത്. അതായത് ഷുഗർ താഴാനുള്ള ഗുളികയാണ് അയൺ ഗുളികയ്ക്ക് പോലും തന്നിരുന്നത്. അജിത് ബാബു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അജിത്ത്, ഈ ഗുരുതരമായ പരാതിയാണല്ലോ. പ്രത്യേകിച്ച് ഈ പ്രസവം കഴിഞ്ഞു നിൽക്കുന്ന സ്ത്രീയാണ്. അവർക്ക് സ്വാഭാവികമായും അല്ലാതെയും ധാരാളം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാണ് ഈ മരുന്ന് മാറി നൽകി ദിവസങ്ങളോളം കഴിക്കുകയും ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്? ഇക്കാര്യത്തിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ടോ ഔദ്യോഗികമായി? ആശുപത്രി സൂപ്രണ്ടിനും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനും പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാന കാര്യം 24 ദിവസമാണ് ഇത്തരത്തിൽ മരുന്ന് മാറി കഴിക്കേണ്ടി വന്നത്. അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും അലട്ടുന്ന സാഹചര്യമാണുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരുൾപ്പെടെ വളരെ കൃത്യമായി തന്നെയാണ് മരുന്ന് നൽകിയത്. അത് ഫാർമസിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇത് മാറി നൽകുന്ന പശ്ചാത്തലം ഉണ്ടായതെന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കഴിക്കുന്ന ആളെ മാത്രമല്ല, കുഞ്ഞിനെ കൂടി ബാധിക്കുന്ന സമയമാണ്. അത്തരത്തിലുള്ള സമയത്ത് ഇത്തരത്തിൽ മരുന്ന് മാറി നൽകിയത് ഏതാണെങ്കിലും വലിയ ഓരോ ആളുകളുടെയും ജീവൻ വളരെ വിലപ്പെട്ടതാണ്. അത്തരത്തിൽ മരുന്ന് മാറിയതുമായി ബന്ധപ്പെട്ട് ഏതാണെങ്കിലും ഇപ്പോൾ ആശുപത്രിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ശരി, അജിത് ബാബുവാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.